എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിത്രങ്ങൾ ഇനി കേരളത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? ഇല്ല, ഒരു കാലത്തും മിസ് ചെയ്യില്ല. കാരണം UK ഇപ്പോൾ വരുന്നു, അടുത്ത വേറൊരു സിനിമ വരും. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ തികച്ചും സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ കുട്ടി മോഹൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരം എന്ന് പറഞ്ഞില്ല, പക്ഷേ ജീവിതത്തിൻ്റെ തന്നെ ഒരു വേറിട്ട ഒരു ആവിഷ്കാരം തന്നെയാണ് സിനിമ. സിനിമ എന്നും സന്ദേശം കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്ന് മാത്രം. നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കുകയല്ല. ഇപ്പം UK ഒക്കെ അങ്ങനെയാണ്. നമ്മൾ വരും മെസ്സേജൂടെ അങ്ങനെയല്ല, ആളുകളെ രസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ത്രില്ലിംഗ് രസമുള്ള ഗംഭീര സിനിമ തന്നെയായിരിക്കും. ഒരു മോട്ടിവേഷൻ നമുക്ക് തോന്നും, എന്തിലൊക്കെ കൊള്ളാലോ എന്ന് തോന്നുന്ന സംഭവമുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവും. നായികയോടാണ് ഇവിടെ അതായത് ശരിക്കും ഞങ്ങൾ റീലിനകത്ത് കണ്ടത് ദിലീപേട്ടനുമായിട്ട് ആദ്യ സിനിമയുടെ എക്സ്പീരിയൻസുമായിട്ട് ദിലീപേട്ടനെ അനുഗ്രഹം മേടിക്കാൻ പോയത് റീലിൽ കണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ ഫാനാണോ? അതെ അതെ, തീർച്ചയായിട്ടുമാണ്. കുഞ്ഞിലെ ഞാൻ ഡൈ ഹാർട്ട് മീശമാധവൻ ഫാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ, കാരണം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാന്ന് തോന്നി. അപ്പൊ ഡാൻസിലായാലും ശരി, ഒരു ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാന്ന് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു UK ഒക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് UK. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ആയിക്കോട്ടെ, ഷൂട്ട് കഴിഞ്ഞുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ ആ എനർജറ്റിക് ആയിട്ട് നിന്നതൊക്കെ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് കൂടെയാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം ഡാൻസ് കളിക്കും. പിന്നെ അത് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. അത് പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്ന വരെ ഉണ്ടാവും. ഞാൻ ചോദിക്കണം. അപ്പൊ ഒരു ദിലീപിന്റെ ഫാൻ ഗേളാന്ന് പറയും. അപ്പൊ പലപ്പോഴും ദിലീപൻ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഒരു ഫാൻ ഗേൾ എന്ന ലെവലിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ, സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുമ്പോഴേ അത് സിനിമ വർക്കാവാത്തോണ്ട് ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കലക്കിക്കൊണ്ടിരിക്കും എന്നറിയാം. ലൈക്ക് പുള്ളിക്കാരൻ്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. ഏതാണ് കണ്ടു? അതെ, പോയില്ലല്ലോ എങ്ങും. അതോടെ പറവച്ചേ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറ. അത് പറഞ്ഞില്ല. അഭിനന്ദിക്കാൻ എത്തിയിരുന്നു നമ്മുടെ സെറ്റില്. അതെ, ഞാൻ ചെന്നിരുന്നു. പ്രിൻസ് കണ്ടതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ദിലീപേട്ടനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു. നേരിൽ തന്നെ പറയണമെന്ന് തോന്നി. പറഞ്ഞു. നായകൻ അടിപൊളിയാണ്. നായകനായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു, അങ്ങനെ ഒന്നും വിളിക്കണ്ട, രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ആയത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽബാണ് കുറച്ചുകൂടി ഇഷ്ടമായി. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ UK വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്. അതെ, ഇപ്പം സിനിമയുടെ രസമാല എന്ന് പറഞ്ഞൊരു സോങ് റിലീസായിരുന്നു. അപ്പൊ അതില് ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണത്. അപ്പോൾ അത് മാക്സിമം ആക്ച്വലി സിനിമയിൽ എൻ്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഓഡിഷനൊക്കെ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ആ ഒരു ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലും എനിക്കൊരു ഭാഗമാവാൻ പറ്റി. സന്തോഷം. ഒരു കലാകാരൻ എന്ന നിലയിൽ മറ്റൊരു കലാകാരൻ എന്ന നിലയിൽ മോനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. സിനിമയുടെ അഭിനയം കഴിഞ്ഞ പോലെ സിനിമയിൽ കൂടുതൽ എന്തൊക്കെയായി സംസാരിക്കാം?
ഞങ്ങൾ കുടുംബമായിട്ട് കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ 2009 നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത്. പ്രണയമാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഫിലിം. അന്ന് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു. പക്ഷേ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം. മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും. സോ ആർട്ടിസ്റ്റ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റാണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് അവൻ പഠിത്തത്തിൽ ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ അക്കാഡമിക്കലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ്. ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ്. പഠിത്തം, ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ആ ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ്. അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങൾ പേരൻസിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചോ. പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലബ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പം പെർഫോമിങ് പാരലലി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർക്ക്ഷോപ്സ്, മൂവീസ്, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിനെ മനസ്സിലാക്കി, രഞ്ജിത്തിൻ്റെ കഴിവും അവൻ്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും മനസ്സിലാക്കി I have 2 kids. രഞ്ജിത്താണ് മൂത്തത്, എൻ്റെ മോളാണ്. പുള്ളിക്കാരി നല്ല പാടും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആർട്ടിസ്റ്റിക് ടാലൻസിനെ ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ആസ് പേരൻസ് ചെയ്തിട്ടുണ്ട്. അതെ, ഏറ്റവും നമുക്ക് സിനിമയായിട്ട് അതെ, ആ സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതേപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതെ, ഇപ്പോഴും അത് അവസാന സിനിമ എന്റെ കണ്ണു അറിയുന്ന സീനുകളായി. അതായത് ഞാൻ വീട്ടിൽ അന്ന് തിയേറ്ററിൽ പരാജയപ്പെടുന്നു, പിന്നീട് OTT വിജയപ്പെടും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയിലും അല്ലാതെ ഒരു നല്ല സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം, ഇത് രണ്ടും ഒരു വലിയ വിഷമം തന്നെയാണ്. അപ്പം തിയേറ്ററിൽ അത്ര ഒരു സക്സസ്ഫുൾ റൺ ഇല്ലായിരുന്നു. അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് വിശ്വാസം ഉണ്ടായിരുന്നു, ഈ സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ടേക്ക് ഓഫ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റഡായിട്ട് ഇറങ്ങിത്തിരിഞ്ഞ് സിനിമ തിരിച്ചെടുത്ത് OTTയിൽ നമ്മൾ പിച്ച് ചെയ്ത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു നല്ല സിനിമ യങ്സ്റ്റേഴ്സും ചിൽഡ്രൻ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ഏറ്റെടുത്ത് ഒത്തിരി സന്തോഷം. ഇതുപോലെ എത്രയോ സിനിമകൾ തിയേറ്റേഴ്സിൽ ചിലപ്പോൾ റൺ കിട്ടാതെ ആൾക്കാരിൽ എത്തിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകളെ എല്ലാവരും, മീഡിയ ആണെങ്കിലും നിങ്ങളെല്ലാവരും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഒത്തിരി ഹാർഡ് വർക്ക്, ഏത് സിനിമയുടെ പിന്നിലും ഒത്തിരി ടെക്നീഷ്യൻസ്, കാസ്റ്റ് ആൻഡ് ക്രൂ, പ്രൊഡക്ഷൻ, ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്കും സമയവും എഫേർട്ടും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. UK ഒരു ശരിക്കും നമ്മളുടെ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത് യങ്സ്റ്റേഴ്സ്, പേരൻസ്, നമ്മുടെ സമൂഹം, നമ്മുടെ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും എല്ലാവരും പറഞ്ഞ പോലെ UKയിലെ ഓരോ വ്യക്തികളും നമ്മുടെ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും കാണും. യങ്സ്റ്റേഴ്സിൻ്റെ ഓരോ ഇമോഷൻസ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് കാരണം നമ്മൾ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ ഇമോഷൻസ്, ഡ്രീംസ്, അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ്. പിന്നെ നമ്മളുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുവാണ് ഈ സിനിമ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. വിജയിപ്പിക്കണം.
ഡയറക്ടർ അടുത്താണ്. ഇതിനു മുമ്പ് ചെയ്ത ഉപചാര ഉണ്ടച്ചേ, അപ്പോൾ അത് നല്ല റെസ്പോൺസിബിൾ കിട്ടിയ ഒരു ചിത്രമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ റീൽസ് ആയാലും നല്ല ഹ്യൂമർ വർക്കൗട്ട് ചെയ്തൊരു ചിത്രമായിരുന്നത്. അങ്ങനെ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ജോണർ അത് ഇത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഇപ്പം പറഞ്ഞൊരു തിയേറ്ററിൽ കാണുമ്പോൾ വാവ്, അല്ലെങ്കിൽ ഒരു ഇരിക്കുന്ന എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ചലഞ്ചിങ് ആണ്. എത്രത്തോളം ചലഞ്ച് ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമ? ഒരു സേഫ് സോണിൽ നിന്ന് ഇങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് തോന്നാൻ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എപ്പോഴും എല്ലാ സംവിധായകരും ആഗ്രഹിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ഗുണ്ടജയൻ ഒരു ലോക്കൽ കല്യാണ വീട്ടിൽ നടക്കണ ഞാൻ വെഡിങ് വീഡിയോഗ്രാഫറായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളാണ് എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അങ്ങനെ ഒരു ഹ്യൂമർ സിനിമയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അതുപോലെ തന്നെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് എനിക്ക് ഒരുപാട് അങ്ങനത്തെ സിനിമകളും കഥകളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു ത്രില്ലറൊക്കെയാണ് മനസ്സിൽ ആലോചിച്ചിരുന്നത്, അതല്ലാണ്ട് വേറൊരു സിനിമ ആലോചിച്ചു. പക്ഷേ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമുക്ക് നമ്മളുടെ ചില അനുഭവങ്ങൾ, ചില എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില തീരുമാനങ്ങളാണ് എന്നെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ ചിന്തിച്ച് തുടങ്ങി നമുക്ക് ഓഫ്കോഴ്സ് അതിലേക്ക് മാറാനൊരു ഇങ്ങനത്തെ സിനിമ ചെയ്യണോ വേണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ജോണി ചേട്ടനെ പോലത്തെ ആൾക്കാർ, അങ്ങനത്തെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആവാം എന്നുള്ള കോൺഫിഡൻസ് വന്നപ്പോൾ നമ്മളാ നേരത്തെ പറഞ്ഞ ആ കാര്യമൊക്കെ മറന്നുപോയി. ഇതുപോലത്തെ സിനിമ സേഫ് ആവുമോ, അത് വിട്ടു. നമ്മൾ ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ വിജയമാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ സംവിധായകരും. പിന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണ്ട ഒരു സിനിമയാണ്. കാര്യം ഇതുപോലത്തെ ഒരു കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് വേണം. ആ സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നു.